നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഭിത്തികൾ നിങ്ങൾ കൊല്ലപ്പെട്ട രാത്രി ഓർമ്മിക്കുന്നുവെങ്കിലോ നിശബ്ദമായി, ഒരു മുന്നറിയിപ്പുമില്ലാതെ, ദയയില്ലാതെ. അയാവയിലെ ശാന്തമായ വില്ലിസ്ക നഗരത്തിൽ 1912 ജൂൺ 10 ഒരു സാധാരണ വേനൽക്കാല രാത്രിയായി തോന്നി. എന്നാൽ പ്രഭാതമാകുമ്പോഴേക്കും 8 ജീവനുകൾ ഇല്ലാതായിരുന്നു. അവരുടെ കിടക്കകളിൽ ക്രൂരമായി കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. മൂർ കുടുംബം മുഴുവൻ, ജോസിയായും ഭാര്യ സാറയും അവരുടെ 4 മക്കളും രാത്രി തങ്ങിയ 2 അതിഥികളും തണുത്ത മനസ്സോടെ കൊല്ലപ്പെട്ടു. കൊലയാളി ഒരിക്കലും പിടിക്കപ്പെട്ടില്ല, ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. കുറ്റകൃത്യം നടന്ന സ്ഥലമോ മിക്ക പേടി സ്വപ്നങ്ങളെക്കാളും ഭയാനകം. വീട്ടിലെ എല്ലാ കണ്ണാടികളും മൂടിയിരുന്നു. അടുക്കളയിൽ ഒരു പാത്രം നിറയെ രക്തം കലർന്ന വെള്ളം അവശേഷിപ്പിച്ചു. എല്ലാ ഇരകളുടെയും മുഖം തുണി കൊണ്ട് മൂടിയിരുന്നു. നിലവിളികൾ ഉണ്ടായിരുന്നില്ല, മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരാൾ മാത്രം അർദ്ധരാത്രിയിൽ മുറിയിൽ നിന്ന് മുറിയിലേക്ക് നീങ്ങി ഒരു കോടാലി നിശബ്ദമായി വീശുന്നു. 100 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും വില്ലിസ്ക ആക്സ് മർഡർ ഹൗസ് എപ്പോഴും നിലനിൽക്കുന്നു. പാരാനോർമൽ അന്വേഷകർ ശബ്ദങ്ങളും തണുത്ത സ്പർശനങ്ങളും കുട്ടികൾ കരയുന്ന ശബ്ദങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റാരുമില്ലാതിരിക്കുമ്പോൾ ചിലർ പറയുന്നു കൊലയാളി ഒരിക്കലും പോയില്ലെന്ന്. ചിലർ പറയുന്നു വീട് അവരെ വിട്ടുകളഞ്ഞില്ലെന്ന്.